Hey my glossies, welcome back to our channel. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ what's in my makeup bag. Usually I use this makeup bag when I'm like going out for like 2 to 3 days. You even coordinate right and work ചെയ്തുകൊണ്ടിരുന്നത്. So my schedule would be like for 24 to 48 hours. 3 to 4 days ഒക്കെ ചില സമയത്ത് ക്ലയൻറ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ വെന്യൂവിൽ തന്നെ നിൽക്കേണ്ടി വരാറുണ്ട്. So to freshen up I use very minimal product. I carry this makeup bag for that purpose. So let's see what's in this bag. So I have very less product. എല്ലാം ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ. കാരണം I don't want to carry a heavy bag. I usually have a small bag with very minimum necessities. So ഇത് കണ്ടിട്ട് വലുതാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ ഐറ്റംസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. So my first item would be സാനിറ്റൈസർ. ഇതിൻ്റെ യൂസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാവരുടെ ബാഗിൽ എന്തായാലും കാണും. ഓക്കെ, നെക്സ്റ്റ് തിങ്, എല്ലാവരുടെയും ഫേവറേറ്റായ മാക് ഫിക്സ് പ്ലസ്. ഇത് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷനപ്പ് ആവാനും അല്ലെങ്കിൽ ടു സെറ്റ് മൈ മേക്കപ്പ്. എല്ലാവരും അത്ര ഹൈപ്പ് കൊടുക്കുന്ന പോലെ ഐ ഡോണ്ട് ലവ് ദാറ്റ് മച്ച്, ബട്ട് when I started using it, I'm just using it to finish it off. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിൽ വാങ്ങിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ maybe, not sure, but I like this as a mist. ഒരു ഫ്രഷൻ അപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊരു സെറ്റിംഗ് സ്പ്രേ അല്ല, ഇതൊരു ഫിക്സിംഗ് സ്പ്രേ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എ പ്രൈമർ കം ഫിക്സിംഗ് സ്പ്രേ. സോ വെൻ യു ആർ ഹാവിങ് യുവർ മേക്കപ്പ് ഓൺ ആൻഡ് ഇറ്റ് ടെൻസ് ടു ലൂസൺ അപ്പ്, അത് ബ്രേക്ക് ആവാൻ തുടങ്ങുകയാണെങ്കിൽ ദിസ് ഹെൽപ്സ് ടു ഫിക്സ് തിങ്സ് അപ്പ്. ഇത് സെറ്റ് ചെയ്യത്തില്ല. സോ ഐ യൂസ് ദിസ് ആസ് ലൈക്ക് എ മിസ്റ്റ് ഓർ just to freshen up the in case it gets dried up, dry patches വരുന്നു, എൻ്റെ ഫൗണ്ടേഷൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ just to touch up ഇത് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് മൈ ഫേസ് പ്രൈമർ. ഫേസ് പ്രൈമർ വന്നിട്ട് ഐ ഹാവ് lots of pores in my face. I also have I'm more of acne prone skin, very sensitive. I have open pores around this area, mainly this, and here I have also on my nose area. So idan basically ende open pore area varunathu. So I don't like heavy silicone based primers because it tends to get me very weight feeling eppozhum. So I tend to avoid that. It also clogs my pore and it breaks me out. So this one I have been trying lately, Essence in the Hello Good Stuff. So it has a hemp seed oil. It's silicone, paraben and microplastic free and doesn't have mineral oil also, so it doesn't tend to break my face. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. ഒരു മോയ്സ്ചറൈസർ ഇടുന്നതിൻ്റെ അതേ എഫക്റ്റിൽ ഇട്ടാൽ മതി. ഇറ്റ്സ് very lightweight and also it gives the soothing feeling, a fresh feeling തരും. And it does a job pretty good. It does a job. ഭയങ്കര എന്താ പറയുക, ഹെവി ഫൗണ്ടേഷൻ ഒന്നും ഇതിന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഇറ്റ് ഡസ് ഇറ്റ് ഡീസൻറ്റ് ജോബ്. ഞാൻ ഹെവി മേക്കപ്പ് ഒന്നും ഇടുമ്പോൾ I don't use this primer because it tends to break out. Formula, I think it doesn't connect with it, but other than that, for a daily go-to makeup like office look or like freshening up, this face primer is perfect. Next, my foundation. ഞാൻ ഓഫീസ് മേക്കപ്പിലോ അല്ലെങ്കിൽ ഗോ ടു മേക്കപ്പിൽ ഹെവി ഫൗണ്ടേഷൻസ് കൂടുതലും യൂസ് ചെയ്യാറില്ല. Because my skin is like sensitive compared to oily skin ആണ്. I wanted a breathable skin. എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ എസൻസിൻ്റെ പ്രിറ്റി നാച്ചുറൽ ഐ ബീൻ യൂസിങ് ദിസ് ലേറ്റ്ലി. ഇത് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. ഇറ്റ് ഹാസ് വെരി ലൈറ്റ് കൺസിസ്റ്റൻസി. ബേസിക്കലി ഇറ്റ് ഹാസ് എ റണ്ണി കൺസിസ്റ്റൻസി. ഇഫ് യു സീ ഇറ്റ് കണ്ടറിയാം, ഇറ്റ്സ് വെരി റണ്ണി.
It's very natural covering. ഇത് ഫുൾ കവറേജ് അല്ല, ഇറ്റ്സ് ലൈക്ക് എ നാച്ചുറൽ കവറേജ്. ഇത് പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊന്നും കവർ ചെയ്യുന്നതല്ല. ഇറ്റ് ഓൾസോ ഹാസ് ഹയർലോണിക് ആസിഡ് ആൻഡ് ആലോവേറ വിച്ച് കീപ്സ് ഇറ്റ് വെരി ഹൈഡ്രേറ്റിംഗ്. ആ ഒരു ഡ്രൈ ഫീലിംഗ് ഒരിക്കലും ഇതുണ്ടാക്കാറില്ല. ആൻഡ് ഇറ്റ് ഡസ് ഇറ്റ്സ് ജോബ് പ്രിറ്റി വെൽ. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. ഒരു ഗോ ടു സമ്മർ ലുക്കിന് ഏറ്റവും നല്ലതാണ്. ഇറ്റ് ഗിവ്സ് എ വെരി ഡൂയി കൈൻഡ് ഓഫ് ഫിനിഷ്. ഇത് മാറ്റ് ഫിനിഷ് ആയിട്ട് വരാറില്ല, matte finish alla. So it's perfect for all skin types and I really recommend it. It's very budget friendly and the ingredients are superb. It's vegan, it's cruelty free. Essence is doing its job really well. Next I have these two concealers. ഈ രണ്ട് കൺസീലേഴ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അറ്റ് എ ഗോ ടു ഓഫീസ് അല്ലെങ്കിൽ വെരി സട്ടിൽ കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I don't like heavy makeup, so this helps me a lot. First one is Wet n Wild inde Photo Focus Corrector and Concealer. This is in the shade medium tawny. Okay, this is one shade lighter to my skin, so I use this concealer to correct my pigmentation. And pigmentation valliyadu full aayittu njan cover cheyyadilla, just spot by spot. Very few pigmentation which is very out there, adine mathram njan correct cheyyarundu. And also my under eyes usually I have like a sleepy black under eyes because of my work, so adu correct cheyanayittu idana use cheyyunnu. Idu one shade darker to my skin tone aanu, and it has a peachy undertone, so it cancel out the pigmentation, so I use this for that. And for highlight ചെയ്യാനും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലർ ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 10. ഇറ്റ്സ് ലൈക്ക് 3 or 4 shades lighter to my skin tone, so I use it for my nose. ആ ലിഫ്റ്റഡ് ലുക്ക് വരാനായിട്ട്, ഹൈലൈറ്റ് ചെയ്യാനായിട്ട്, ജോബ് ഓൺ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മെയിൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് എ ഗോ ടു ലുക്ക്, this my OG one. Next on my face, these 3 products which I used on my face are actually very rare. Glam look ponam allengi എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ട്, യു ഷുഡ് ബി പ്രസൻറ്റബിൾ, ആ സമയത്ത് ഈ 3 പ്രോഡക്ട്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതൊരു ഗോ ടു ലുക്ക് അല്ലെങ്കിൽ ഫ്രഷൻ അപ്പ് ചെയ്യാനുള്ളൊരു ലുക്കിൽ ഞാൻ ഇത് 3 മാക്സിമം യൂസ് ചെയ്യാറില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ ഫൗണ്ടേഷൻ, ഐ മീൻ ദ ടിൻറ്റഡ് മോയ്സ്ചറൈസിങ് ഓർ ഫൗണ്ടേഷൻ, കൺസീലർ and a lipstick with kajal or something, that's it. So the first product is this is Wet n Wild ന്റെ blush ആണ്. ബ്ലഷ് കളറിക്കോൺ സീരീസിൽ നിന്നുള്ള ബ്ലഷ് ആണ്, ഇൻ ദ ഷെയ്ഡ് pearlescent pink. ഇതൊരു പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ്സ് ഓസം ഫോർ ബ്രൗൺ skin. It also has a shimmer, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, but it also has a shimmery kind of texture. It gives out like a flush, ഒരു flush feel ചെയ്യും സ്കിന്നിന്. It's not very out loud, it's very subtle. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആ സെയിം തന്നെയാണ്. So it's very subtle color shade. So I use it for either blush or maybe I use it for my eyeshadow, as an eyeshadow, and it gives like light pink shade which is good for a brown skin girl. So this I recommend for a brown skin. Either for me it's an OG. Every look if you see, you will find majority I use this one. So this is a shade. Next is the bronzer. ഞാൻ മെയിൻലി ക്യാരി ചെയ്യുന്നത് ഐഷാഡോ വേണ്ടി മാത്രമാണ്. ഐഷാഡോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രോൺസർ. നമ്മളെപ്പോഴും മേക്കപ്പ് ബാഗിൽ കൊണ്ടുപോകുന്ന പ്രോഡക്ട്സ് മൾട്ടിപർപ്പസ് യൂസിലുള്ള പ്രോഡക്ട്സ് കൊണ്ടുപോയാൽ അത്രയും മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ മതി. സോ ദിസ് വൺ ഈസ് ഇൻ ഡീപ്പ് ബ്രോൺസ്. ഇറ്റ്സ് എ ഡീപ്പ് ഷെയ്ഡ്, ഇഫ് യു ക്യാൻ സീ. ഇതിലൊരു പഫ് വെക്കാനുള്ള സ്പേസും കൂടെ ഉണ്ട്, ഇഫ് യു ക്യാൻ സീ. സോ യു ക്യാൻ യൂസ് ദിസ് ആൻഡ് use it as a bronzer. I use it as a eyeshadow mostly because I like bronzy eyes with kajal eyeliner.
So that's my go-to statement. So I use the bronzer for that, or to cut my jaw. Ippam kandu I haven't used contour, I just used a bronzer. So this actually helps me for that. And next is the Wet n Wild inde highlighter. ഇത് ഈ ഹൈലൈറ്റർ ഷെയ്ഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷ്യസ് പെറ്റൽസ് ആണ്. ദിസ് ഈസ് കൈൻഡ് ഓഫ് എ ഡ്യൂപ്പ് ഫോർ അനസ്തേഷ്യ ബെവർലി ഹിൽസിൻ്റെ ഒരു ഹൈലൈറ്റർ ഉണ്ട്, ഫേമസ് OG കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഡ്യൂപ്പായിട്ടായിരിക്കും വരുന്നത്. ഇറ്റ് ഹാസ് ലൈക്ക് എ വെരി സട്ടിൽ വെരി ഒരു ഇന്നർ ഗ്ലോ ആയിട്ടുള്ളത്. വെരി ഷിമ്മറി അല്ല, ഒട്ടും ഷിമ്മറി അല്ല, ഒരു സട്ടിൽ ഗ്ലോ തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇഫ് യു ക്യാൻ സീ very subtle, very it's not that shimmery, ഒരു ഷിമ്മറി ഫീൽ അല്ല തരുന്നത്. വെരി സട്ടിൽ ഗ്ലോ, ലൈറ്റ് എവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത് ആ ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഉള്ളൊരു ഷെയ്ഡാണ് തരുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലൈക്ക് ആ ഒരു ഫ്രഷ്നപ്പ് ഫീലിന് വേണ്ടി ഏറ്റവും നല്ലതാണിത്. ദെൻ ഐ ഹാവ് ഇസ് മൈ ഐ പ്രോഡക്ട്സിൽ വളരെ മിനിമം ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പേ I forgot, I use this powder. ഇത് ലോറ മെർസിയറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. യൂഷ്വലി ഞാൻ ഹൂഡ ബ്യൂട്ടിയുടെ ബനാന ബ്രെഡ് ബേക്കിംഗ് പൗഡറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് വെരി ചങ്കി, ഇറ്റ്സ് വെരി ഹ്യൂജ്. ഈ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകുന്നത് വളരെ ഐ ഡോണ്ട് ഫീൽ ക്വൈറ്റ് കംഫർട്ടബിൾ ഇൻ ദാറ്റ്. ടെൻഡ് ടു നോർമലി നോട്ട് യൂസ് ഇറ്റ് for my go-to looks. But allade Instagram my looks ഒക്കെ ചെയ്യുന്നതിന്, മെയിൻ Instagram YouTube looks ഒക്കെ ചെയ്യുന്നതിന് I use that one, the Huda Beauty one. But this is my go-to kind of powder. I use this to set my face, set my under eye, set everything, whatever the makeup I need to set it. This is it. This is the travel size one. Next, coming back to the eye part. So eye part I tend to focus on. അതായിരിക്കും ഞാൻ കൂടുതൽ പ്രോഡക്ട്സ് മെയിനായിട്ട് ചക്ക് ഇൻ ചെയ്യുന്നത് എൻ്റെ മേക്കപ്പ് ബാഗിൽ. ബിക്കോസ് I don't go out without a kajal or an eyeliner. If I have to choose one product which I can't go out with, it would be my eyeliner or my kajal. That one product is itself means everything to me. So for my eyes I use this Essence in there long lasting eye pencil. It's in the shade black. I'm a black kajal girl, so it has this retractable aittulla kajal aanulladu. Very dark shade is deep black and it stays. So this kajal has been perfect for me because ende eyes ennu parayna watery eyes aanu, so mostly kajal tends to break out. But this kajal has been very good. It does a job. It is very black. I like very black eyes, eye looks. So this is the best one currently I am using. And next is the Essence eyeliner pen. This is the 24 Ever ink liner in the shade deepest intense black. Sorry, not deepest black, intense black. ഇത് ഒരു പെൻ കൈൻഡ് ഓഫ് ഐലൈനറാണ്. ഞാൻ എന്തുകൊണ്ടാണ് ലൈക്ക് നോർമൽ ഐലൈനർ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇറ്റ് ടേക്സ് ടൈം. ദിസ് വൺ ഇറ്റ്സ് ലൈക്ക് go to. So this helps me for the go to situations. Next I use the Sheglam's eyebrow pencil ആണ് യൂസ് ചെയ്യുന്നത്. I like the arc shape on my face, so eyebrows and eyes are the ones which I concentrate mostly on my face. എപ്പോഴും അതായിരിക്കും my go to. ഇതിലായാലും I use kajal and then shape my eyebrows, put a lip gloss or lipstick and then go. അങ്ങനെ കൂടുതലൊന്നും ഞാൻ ഫേസിൽ ചെയ്യാറില്ല. But eyebrow, this one is having a spoolie which makes it really good for me. And it's broken, but ഇതൊരു പെൻസിൽ ടിപ്പ് പോലത്തതാണ്, വെരി തിൻ. സോ ഇറ്റ് ഹെൽപ്സ് മീ ടു ഹാവ് ദാറ്റ് പ്രിസൈസ്, ആ മാർക്ക് പ്രിസൈസ് ആയിട്ട് ഫില്ലിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഐ തിങ്ക് ഇതിൻ്റെ തിന്നസ് ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ ഹൂഡേക്കാണുള്ളത്. ഐ ഹാവൻ ട്രൈഡ് ഇറ്റ് യെറ്റ്, ബട്ട്
I'm fine with this. It does the job. I think it's costing me around 15 or 20 dirhams, but it does the job. It is in ash brown shade. My shade is ash brown. I don't like using black shade on my eyebrows. Either it should be deep brown or ashy grey color, because ഭയങ്കര thick black brows എനിക്ക് ഇഷ്ടമല്ല. It should be fluffy but not very thick ones. നേരത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പം I don't like it. I don't know why. Next is the mascaras. So I don't have a special preference for mascaras. കാരണം എനിത്തിങ് ഇറ്റ്സ് ഓക്കെ വിത്ത് മീ. എന്താണോ കൈ കിട്ടുന്നത് അതെടുത്ത് ഞാൻ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. മോസ്റ്റ്ലി കയ്യിൽ വരുന്നത് ലാഷ് പ്രിൻസസിൻ്റെ എസൻസിൻ്റെ ലാഷ് പ്രിൻസസ് ആയിട്ടുള്ള ഇതാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഇഫ് യു ക്യാൻ സീ, ഈ വോണ്ട് എന്ന് പറയുന്നത് വെരി തിൻ വോണ്ടാണ്. സോ താഴത്തെയും മേളത്തെയും ലാഷസിന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് finished, so പുതിയത് എനിക്ക് എന്തായാലും വാങ്ങണം. Other than that, what I use is this one. ഇത് എനിക്ക് ഷീൻ നിന്ന് കിട്ടിയതാണ്. I bought it from Shein. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it has two ends. Okay, one is having this thin wand for the under eye lashes and a thick wand for the normal lashes. Normal lashes-ന് വേണ്ടിയുള്ളതാണ് ഈ thick wand. അപ്പം ഇത് 2-in-1 ആണ്. ആൻഡ് ആസ് യു നോ, ഇപ്പം ഞാൻ എല്ലാ സാധനവും എന്തെങ്കിലും മൾട്ടിപർപ്പസ് യൂസിന് വേണ്ടി ആണ് എടുക്കുന്നത്. അങ്ങനെയായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ക്യാരിങ് ബൾക്ക് ഓഫ് മേക്കപ്പ് ബാഗ് ഇൻ മൈ ബാഗ്. ഐ ക്യാൻ യൂസ് ദിസ് ടിപ്പ് ഫോർ മൈ ഐബ്രോസ് സ്പൂളി. ഇൻ കേസ് ഞാൻ ഐബ്രോ പെൻസിൽ എടുക്കാൻ മറന്നു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ യൂസ് ദിസ് ഫോർ മൈ ഐബ്രോസ്. ഐ ജസ്റ്റ് brush it up and then fill it in. That's it. So it's like multi-purpose for me in that also. So next and final product is the lipstick. Lipstick usually ഞാൻ ചൂസ് ചെയ്യുന്നത് ഒക്കേഷൻ അനുസരിച്ചായിരിക്കും. ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് എ വർക്ക് റിലേറ്റഡ് ഇൻഡോർ കൈൻഡ് ഓഫ് തിങ് ആണെങ്കിൽ മോസ്റ്റ്ലി ന്യൂഡ്സ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും എടുക്കുന്നത്. ഇഫ് ഇറ്റ് ലൈക്ക് എ ഓഫീസ് വർക്ക് എന്തെങ്കിലും ആണെങ്കിൽ ഐ ചൂസ് ലൈക്ക് എ ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. അതായിരിക്കും ഓഫീസ് കൈൻഡ് ഓഫ് സെറ്റപ്പ്. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. I tend to choose nude brown shades. If I'm going out, ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ I use the nude pink shade because it brings out that ആ ഒരു ഫ്രഷ് ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് I use nude pink shade. That's the main two classification I have. So if it's like a interview അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, I have to make a statement, like ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ഇൻ്റർവ്യൂ കോൾസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ I use red as my lipstick. Red ആയിരിക്കും my OG color because it tends to give me that confidence. ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ റെഡ് ലിപ്സ്റ്റിക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. So for the important events അല്ലെങ്കിൽ where I have to show up, if it's an important meeting, like interview അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ I use my red lipstick. Red lipstick mostly ഞാൻ യൂസ് ചെയ്യുന്ന ബ്രിക്ക് റെഡ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളർ ലിപ്സ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് ഗോസ് ടു ന്യൂഡ് പിങ്ക്സ് ഓർ ന്യൂഡ് ബ്രൗൺസ്. So that's how the spectrum is. So എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ന്യൂഡ് പിങ്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇറ്റ്സ് ഫ്രം Too Faced melted lipstick, melted matte lipstick in the shade Queen Bee. And also Rasaminde, I have almost all their first edition, first ആ ടൈമിൽ ലോഞ്ച് ചെയ്ത ലിപ്സ്റ്റിക് എല്ലാം റസമിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. The reason once I was not able to get my hands on, I should try. So ഇത്രയാണ് എൻ്റെ മേക്കപ്പ് ബാഗിലുള്ളത്. മോസ്റ്റ്ലി I don't carry any of the brushes. I don't like carrying brushes. മേക്കപ്പ് സ്പഞ്ച് കാണും, ഇതേപോലൊരു പഫ് കാണും, ദാറ്റ്സ് ഇറ്റ്. അതല്ലാതെ യൂസ് ചെയ്യത്തില്ല. അതല്ലാതെ വേറെ ഒരു മേക്കപ്പ് ബ്രഷസും ഞാൻ ക്യാരി ചെയ്യാറില്ല. So if you like my video, please do like and share this video. If you have any suggestions or if you have any doubts, please do drop in my comment box. I would love to read them and I would definitely reply to them. I hope you guys enjoyed this video. If you haven't subscribed yet, please do so, and you can just click on the bell icon so that you would know
every time I upload next video. So I hope to see you on my next one. Bye bye.